ഈ വർഷം ജാനുവരി 30 ഒരു സംഭവം ഉണ്ടായി. ചണ്ഡീഗഡ് മേയർ ഇലക്ഷൻ അന്ന് നടന്നു. ബിജെപിയുടെ സ്ഥാനാർത്ഥി ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നതായിരുന്നു റിസൾട്ട്. ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 16 വോട്ടും എതിർപക്ഷത്തുള്ള ആം ആദ്മി പാർട്ടി പ്ലസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 12 വോട്ടുമാണ്. 8 വോട്ട് ഇൻവാലിഡ് ആണെന്നുമായിരുന്നു റിസൾട്ട്. എന്നാൽ എതിർപക്ഷത്തുള്ള ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആദ്യം ഹൈക്കോടതികളിലും പിന്നീട് സുപ്രീം കോടതിയിലും പോയി. ആ ഇൻവാലിഡ് ആയ 8 വോട്ടുകൾ റിട്ടേണിംഗ് ഓഫീസർ നശിപ്പിക്കുകയായിരുന്നു എന്നതായിരുന്നു പരാതി. അയാൾ അത് ചെയ്യുന്നത് വീഡിയോയിൽ കൃത്യമായി കാണാൻ കഴിയും. സുപ്രീം കോടതി പഴയ ഇലക്ഷൻ റിസൾട്ട് റദ്ദാക്കുകയും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മേയറായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിധി പ്രഖ്യാപിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞൊരു കാര്യം, വി വിൽ നോട്ട് അലോ ഡെമോക്രസി ടു ബി മേർഡേഡ് ലൈക്ക് ദിസ് എന്നാണ്. അതായത് ജനാധിപത്യത്തെ ഇങ്ങനെ കൊല്ലാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. ആ 8 വോട്ടുകൾ ഇൻവാലിഡ് ആക്കിയ ആ ഓഫീസർ അത് സ്വന്തം റിസ്കിൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിജെപിയിലെ മെമ്പറായ അയാൾക്ക് തീർച്ചയായും മുകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിരിക്കണം. ഇനി ഈ അടുത്ത് നടന്ന മറ്റൊരു സംഭവം പറയാം. ലോക്സഭാ ഇലക്ഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. ഇതിനു മുമ്പ് 2020 മറ്റൊരു ഇലക്ഷൻ കമ്മീഷണറായ അശോക് ലവാസിയും രാജിവെച്ചിരുന്നു. 2019 ഇലക്ഷനിൽ മോഡിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ലംഘിച്ചതിൽ അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. 2019 തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിരുന്നു. ഓഗസ്റ്റ് 2020 അദ്ദേഹം രാജിവെച്ചത്. രാജിവെച്ചില്ലായിരുന്നെങ്കിൽ ഏപ്രിൽ 2021 അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകുമായിരുന്നു. അദ്ദേഹം ആ സമയത്ത് പ്രതികരിച്ചത് സത്യസന്ധതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ്. ഇനി മറ്റൊരു സംഭവം പറയാം. 2023 മാർച്ചിൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നതുവരെ ഒരു താൽക്കാലിക വിധി പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രതിപക്ഷ നേതാവ് ഇവർ 3 പേരും അടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരിക്കും ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ആ വിധി. എന്നാൽ ഡിസംബർ 2023 പാസാക്കിയ പുതിയ നിയമപ്രകാരം ഈ കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ മാറ്റി. പകരം പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു മന്ത്രിയാക്കി മാറ്റി. അതായത് ഭരിക്കുന്ന പാർട്ടിക്ക് മുൻഗണന കിട്ടുന്ന രീതിയിൽ. ഇനി വേറൊരു സംഭവം പറയാം. ഈ വർഷം മോഡി ഗവൺമെന്റ് നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് എന്ന് പറഞ്ഞൊരു പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന 20 പേർക്കാണ് ഇത്തവണ അവാർഡ് കൊടുത്തിട്ടുള്ളത്. യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ഇത് നല്ലൊരു ഇനീഷ്യേറ്റീവ് അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഈ അവാർഡ് കിട്ടിയ ചിലരുടെ പേര് കണ്ടപ്പോഴാണ് ഈ അവാർഡിന്റെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായത്. അവാർഡ് കിട്ടിയ ഒരാൾ കീർത്തി ഹിസ്റ്ററിയാണ്. അവരുടെ ചാനലിലെ വീഡിയോസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇവർ മോഡിയുടെ ഒരു ഫാനാണ്. പണ്ട് ഇന്ത്യയിലെല്ലാം സംഭവ ബഹുലമായിരുന്നു. മോഡി ഇപ്പൊ ആ സ്വർണ്ണയുഗം തിരിച്ചു കൊണ്ടുവരികയാണ് എന്നൊരു ലൈനാണ് അവരുടെ വീഡിയോസ്. പിന്നെ റൈറ്റ് വിംഗ് വാട്സ്ആപ്പ് തിയറികൾ ശരിയാണെന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന കുറെ വീഡിയോസും. ഈ അവാർഡ് കിട്ടിയ വേറെ ഒരാൾ അരിതമാൻ വേദിക് സിദ്ധാന്ത എന്നൊരു യൂട്യൂബറാണ്. കുറെ ആർഷഭാരത മണ്ടത്തരങ്ങൾ വിളമ്പുന്ന ഒരു ചാനലാണത്. ഈ അവാർഡ് കിട്ടിയ മറ്റു യൂട്യൂബേഴ്സിനെ കുറിച്ച് വലിയ പിടിയില്ല. പക്ഷേ ഡയറക്റ്റ് ആയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയോ ബിജെപിയുടെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാൻ തന്നെയാണ് സാധ്യത. നിഷ്പക്ഷമായ ഒരു ജൂറിയെ വെച്ചാണ് ഇത്തരം ഒരു അവാർഡ് കൊടുക്കുന്നതെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് അല്ല, മോഡി സപ്പോർട്ടേഴ്സ് അവാർഡാണ്. ഇത്തരത്തിലുള്ള ഒരു അവാർഡിന്റെ ഇമ്പാക്ട് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. വലിയ മീഡിയ ഗ്രൂപ്പ്സിനെ ഓൾറെഡി ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന ഭീമൻ കോർപ്പറേറ്റ്സ് വാങ്ങിക്കഴിഞ്ഞു. ഇതുപോലുള്ള ക്രിയേറ്റേഴ്സ് അവാർഡിലൂടെ സോഷ്യൽ മീഡിയയെയും ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് മോഡി ശ്രമിക്കുന്നത്. മോഡിയുടെ ബിജെപി ചെയ്യുന്ന മറ്റൊരു വലിയ തെറ്റുണ്ട്. ഇന്നൊരു ഇലക്ഷൻ കഴിഞ്ഞ് മറ്റൊരു പാർട്ടി ജയിച്ചാൽ പോലും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ആ പാർട്ടി അധികാരത്തിൽ വരുമെന്ന്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത മറ്റു പാർട്ടിയിലെ പ്രതിനിധികളെ ബിജെപി തങ്ങളുടേതാക്കി മാറ്റിക്കളയും. മറ്റൊരു പാർട്ടിയുടെ ടിക്കറ്റിൽ നിന്ന് ജയിച്ച MLAs ബിജെപിയിലേക്ക് ചാടുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇലക്ടോറൽ ബോണ്ടിലൂടെ കോടികൾ കിട്ടുമ്പോൾ എന്തായാലും പണത്തിന് യാതൊരു പഞ്ഞവും ഉണ്ടാകില്ല. ഈ ഇലക്ടോറൽ ബോണ്ട് സംഭവത്തെക്കുറിച്ച് നാഷണൽ മീഡിയയൊന്നും കാര്യമായി ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ചണ്ഡീഗഡ് മേയർ ഇലക്ഷനിൽ വരെ ഇലക്ഷൻ കഴിഞ്ഞ് സുപ്രീം കോടതി വിധി പറയുന്ന ആ ഒരു ഗ്യാപ്പിൽ എതിർപക്ഷത്തു നിന്ന് 3 MLAs ബിജെപിയിലേക്ക് പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന ഒരു സംശയം, എങ്ങനെയാണ് മോഡിയുടെ ബിജെപിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് എന്നാണ്. എനിക്ക് മനസ്സിലായത് ബിജെപി പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഉപയോഗമാണ്. ഒരു സെക്യുലർ രാജ്യമായ ഇന്ത്യയിൽ ഒരു പള്ളി പൊളിച്ച് ആ സ്ഥലത്ത് പണിത ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനെ ബിജെപി എങ്ങനെ ഒരു നാഷണൽ വികാരമാക്കി മാറ്റി എന്ന് നമ്മൾ കണ്ടതാണ്. ബിജെപിക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത കേരളത്തിൽ വരെ അതിനെ പ്രശംസിച്ച് ചില യൂട്യൂബേഴ്സ് അടക്കമുള്ളവർ വീഡിയോ ചെയ്തതും പോസ്റ്റുകൾ എഴുതിയതും കണ്ടിരുന്നു. നമുക്ക് താല്പര്യമുള്ള ഒരു ഐഡിയോളജി ആകുമ്പോൾ അതിനെ രാഷ്ട്രീയത്തിൽ മിക്സ് ചെയ്തു തരുന്നത് നമുക്ക് ഇഷ്ടപ്പെടും. എന്നാൽ ഇങ്ങനെ ഒരു ഐഡിയോളജി രാഷ്ട്രീയത്തിൽ മിക്സ് ചെയ്യുന്നതിന്റെ പ്രശ്നം പിന്നീട് ഭരണം മോശമായാലും ആ ഐഡിയോളജി മതിയാകും ഭരണത്തിൽ തുടരാൻ. ബിജെപി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സ്ട്രാറ്റജി സ്വതന്ത്രമായി നിൽക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്വാധീനിക്കുക എന്നതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. മോഡി സർക്കാരിനെ വിമർശിക്കുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെയും ഒരുപാട് കേസുകളുണ്ട്. അടുത്ത സ്ട്രാറ്റജി ന്യൂസ് ചാനൽസിനെ തങ്ങളുടെ സപ്പോർട്ടേഴ്സിലൂടെ സ്വന്തമാക്കുക എന്നതാണ്. ബിജെപി ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന NDTV ഇന്ന് അദാനിയുടേതാണ്. ഇനി ബിജെപി സപ്പോർട്ടേഴ്സിന്റേതല്ലെങ്കിൽ പോലും ബിജെപിയെ ക്രിട്ടിസൈസ് ചെയ്ത് വാർത്തകൾ കൊടുക്കാൻ ഭൂരിഭാഗം ചാനൽസിനും പേടിയാണെന്ന അവസ്ഥയാണുള്ളത്. ബിജെപിയുടെ അടുത്ത സ്ട്രാറ്റജി ഇതുവരെ ഇന്ത്യക്കാർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മാർക്കറ്റിംഗ് ട്രിക്സ് ആണ്. ഇലക്ഷന്റെ സമയത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിനെ ലംഘിക്കുന്ന തരത്തിൽ ഇപ്പോൾ വാട്സാപ്പിൽ വരെ ബിജെപി സർക്കാർ മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായി കോടികളാണ് മോഡി സർക്കാർ
ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ചെലവാക്കുന്നത്. അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ നാച്ചുറലായി ഒരു നാഷണൽ സംഭവമായി മാറിയതാണെന്ന് തോന്നുന്നില്ല. മറിച്ച് BJP കോടികൾ മുടക്കി അതിലേക്ക് എത്തിച്ചതായിരിക്കാനാണ് സാധ്യത. ഈ മാർക്കറ്റിംഗ് ട്രിക്സിലൂടെ ചെയ്ത സംഭവങ്ങൾ ഒരു 100 മടങ്ങാക്കി പ്രൊജക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മോഡിയുടെ BJPക്ക് കഴിയുന്നുണ്ട്. മോഡി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് ഡിജിറ്റൽ പേയ്മെന്റിന്റെ കാര്യത്തിൽ വന്ന മാറ്റം, നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നതിലെ സ്പീഡ്, ഗ്രാമങ്ങളിൽ ടാപ്പ് വാട്ടർ വിജയകരമായി എത്തിക്കുന്നത്, അങ്ങനെ ചില കാര്യങ്ങൾ. പക്ഷേ BJP ലാഗ് ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള കാര്യമായ ചർച്ചകളൊന്നും നമ്മൾ എവിടെയും കാണുന്നില്ല. 2014 മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാരിനെ മോഡി ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ഒരു കാര്യം ഇന്ധനവിലക്കയറ്റം പറഞ്ഞായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും അധികം ഇന്ധനവിലക്കയറ്റം ഉണ്ടായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇതിന്റെ എല്ലാം കൂടെ മോഡിയുടെ BJPക്ക് ഭാഗ്യവുമുണ്ട്. കാരണം ഇപ്പോഴും മോഡിയുടെ ഏറ്റവും വലിയ എതിരാളി കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയാണ്. എതിർപക്ഷത്ത് നിന്നുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് കോൺഗ്രസിനേക്കാൾ സഹായിക്കുന്നത് BJPയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രശസ്ത യൂട്യൂബർ ധ്രുവ് രതി 3 ആഴ്ച മുമ്പ് മോഡി ഒരു ഏകാധിപതിയാണോ എന്ന ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതും അല്ലാത്തതുമായ കുറെ കാര്യങ്ങൾ അതിൽ വിശദമായി പറയുന്നുണ്ട്. അതിനിപ്പോ 2 കോടിയിലധികം വ്യൂസും 3 ലക്ഷത്തിലധികം കമന്റ്സും ഉണ്ട്. അതായത് കാര്യകാരണ സഹിതം കൃത്യമായി മോഡിയുടെ രാഷ്ട്രീയത്തെ ഒരാൾ വിമർശിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുപാട് പേർ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയി കൃത്യമായി പബ്ലിക്കിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഒരു യൂട്യൂബർ വേണ്ടി വന്നു. ആ യൂട്യൂബർക്ക് കഴിയുന്നത്ര പോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിക്കോ അതിന്റെ നേതാവിനോ കഴിയുന്നില്ല എന്നതാണ് ഇന്ന് മോഡിയുടെ ഏറ്റവും വലിയ നേട്ടവും ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ നഷ്ടവും. ഇനി നിങ്ങളൊരു BJP സപ്പോർട്ടർ ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധി ആണെങ്കിലും BJPയുടെ മോഡി ആണെങ്കിലും ഒരു നേതാവ് ഏകാധിപതിയുടെ പ്രവണതകൾ കാണിച്ചാൽ നമ്മൾ അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ വിമർശിക്കാൻ തയ്യാറാകണം. ചണ്ഡീഗർ മേയർ ഇലക്ഷൻ ഫ്രോഡിന്റെ വിചാരണയ്ക്കിടെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ അതേ കാര്യമാണ് നമ്മൾ എല്ലാവരും ഓർക്കേണ്ടത്. വി വിൽ നോട്ട് അലോ ഡെമോക്രസി ടു ബി മർഡേഡ് ലൈക്ക് ദിസ്. ജനാധിപത്യത്തെ ഇങ്ങനെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. എന്താണ് നമ്മുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മോഡിയുടെ പ്രവൃത്തികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.